ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ചോയ്സ്. ലിറ്ററേച്ചർ ചോയ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ 51 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻസ് വരാനിരിക്കുന്ന കേട്ടറ്റ് HSA പരീക്ഷകൾക്ക് ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇന്നത്തെ വീഡിയോ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം കേട്ടറ്റിനും HSAയ്ക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിൽ 4 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് ഈസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ദെൻ ഡയറക്റ്റ് മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ്, നോൺ ആസ് ക്ലാസിക്കൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്. ക്ലാസ്സസ് ടോട്ട് ഇൻ ദ മദർ ടങ്. റൂൾസ് ഓഫ് ഗ്രാമർ ആർ പ്രസൻറ്റഡ് ഡിഡക്റ്റീവ്ലി. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ ഗിവൺ പ്രൊമിനൻസ്. ഇതൊക്കെയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? Translation method is a method of teaching a foreign language through translation. This is the oldest method of teaching a foreign language. It originated in Germany towards the end of 18th century. 18ാം നൂറ്റാണ്ടോട് കൂടി ജർമ്മനിയിലെ ഉത്ഭവിച്ച ഒരു മെത്തേഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. In this method, teacher reads the prescribed text and translates word by word into pupils' mother tongue. Teacher ask some questions to test the comprehension of pupils. ഈ മെത്തേഡിൽ ടീച്ചർ ടെക്സ്റ്റ് വായിച്ച് കുട്ടികളുടെ മദർ ടങ്ങിലോട്ട് വേർഡ് ബൈ വേർഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ടീച്ചർ കുട്ടികൾക്ക് മനസ്സിലായോ എന്നറിയാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ആൻഡ് റൂൾസ് ഓഫ് ഗ്രാമർ ആർ പ്രസൻറ്റഡ് ഡിഡക്റ്റീവ്ലി. ഗ്രാമർ റൂൾസ് വളരെ കുറച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. ആൻഡ് പീപ്പിൾസ് ആർ റിക്വയർഡ് ടു ലേൺ ദീസ് റൂൾസ് ബൈ ഹാർട്ട്. പഠിപ്പിക്കുന്ന ആ ഗ്രാമർ റൂൾസ് കുട്ടികൾ ബൈ ഹാർട്ട് പഠിക്കുകയും വേണം. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ ഗിവൺ പ്രൊമിനൻസ്. റീഡിങ്ങിനും റൈറ്റിങ്ങിനാണ് ഈ മെത്തേഡിൽ പ്രൊമിനൻസ് കൊടുക്കുന്നത്, സ്പീക്കിങ്ങിനല്ല. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ ലിമിറ്റേഷൻസ് ഇവയൊക്കെ എന്താണ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ബി ഫോളോഡ്, ഇറ്റ് സേവ്സ് ടൈം, ആൻഡ് ഇറ്റ് easy to test pupils' comprehension, and it is easy to explain abstract words. Also it is very inexpensive. നമുക്കറിയാം ഇത് വളരെ ഈസിയാണ്, ടൈം സേവിങ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഇതൊക്കെയാണ് ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് എന്തായിരിക്കും? ഇറ്റ് ഇഗ്നോർസ് ദ നാച്ചുറൽ വേ ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ്. സാധാരണ രീതിയിൽ ഭാഷ പഠിപ്പിക്കുന്ന ഒരു വേ തന്നെ ഇഗ്നോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇറ്റ് ഡിസ്റിഗാർഡ്സ് സ്പീച്ച്. കാരണം സ്പീച്ചിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. ട്രാൻസ്ലേഷൻ മെത്തേഡിൽ എന്തിനാണ് പ്രൊമിനൻസ് കൊടുക്കുന്നത്? റീഡിങ്ങിനും റൈറ്റിങ്ങിനുമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇഗ്നോർസ് ദ പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ് ആൻഡ് ഇൻറ്റൊണേഷൻ. കാരണം സ്പീച്ചിന് ഒരു റോൾ ഇല്ലാതാവുമ്പോൾ പ്രൊനൗൺസിയേഷനും ഉണ്ടാവില്ല, സ്ട്രെസ്സും ഇൻറ്റൊണേഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഏതാ? ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നാച്ചുറൽ ഓർ റിഫോംഡ് മെത്തേഡ്, ഓപ്പോസിറ്റ് ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, യൂസ് ഓഫ് മദർ ടങ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്, ഗ്രാമർ ഈസ് ടോട്ട് ഇൻഡക്റ്റീവ്ലി, ഫോക്കസ് ഓൺ ടീച്ചിങ് ഓഫ് വൊക്കാബുലറി. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ്. ഇനി എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? Direct method is a method of teaching English directly. In the words of Webster's International Dictionary, direct method is a method of teaching a foreign language, especially a modern language, through conversation, discussion, and reading in the language itself, without the use of the people's language, without translation, and without the study of formal grammar. The first words are taught by pointing to objects or pictures or by performing actions. ഇതൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്, മദർ ടങ് യൂസ് ചെയ്യില്ല. ഡയറക്റ്റ് മെത്തേഡിൽ ടീച്ചർ കുട്ടികളെ വേർഡ്സ് പഠിപ്പിക്കുന്നത്
ഇങ്ങനെ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റ് പെർഫോമിങ് ആക്ഷൻസിലൂടെയൊക്കെയാണ് നമ്മൾ വേർഡ്സൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. ആൻഡ് യൂസ് ഓഫ് മദർ ടങ് പ്രൊഹിബിറ്റഡ് ആണ് ഈ ഡയറക്റ്റ് മെത്തേഡിൽ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഇംപ്രൂവ്സ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച്, കാരണം മദർ ടങ് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഡെവലപ്സ് ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് ഇറ്റ് ഡെവലപ്സ് എ ടേസ്റ്റ് ഫോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ലിമിറ്റേഷൻസ് എന്തായിരിക്കും? ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആസ് ഇറ്റ് റിക്വയേഴ്സ് ദ യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. കാരണം ഓഡിയോ വിഷ്വൽ എയ്ഡ്സിലൂടെയാണ് നമുക്കിത് കൂടുതലായിട്ടും പഠിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവാണ് ഈ മെത്തേഡ്. ദെൻ ഇറ്റ് റിക്വയേഴ്സ് ബ്രില്യൻറ്റ് പ്യൂപ്പിൾസ്, ഓൾസോ ഇറ്റ് റിക്വയേഴ്സ് എക്സ്ട്രാ കോമ്പറ്റൻറ്റ് ടീച്ചേഴ്സ്. ഇതൊക്കെയാണ് ഈ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഏതാ? ബൈലിംഗ്വൽ മെത്തേഡ്. ബൈലിംഗ്വൽ മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഡെവലപ്ഡ് ബൈ CJ Dodson ആണ്. ദ ഹെൽപ്പ് ഓഫ് മദർ ടങ് ഈസ് ഓൾസോ ടേക്കൺ ഹിയർ വിത്ത് ദ ടാർഗറ്റ് ലാംഗ്വേജ്. ചിൽഡ്രൻ ആർ നോട്ട് അലൗഡ് ടു യൂസ് ദി മദർ ടങ്, ടീച്ചർ യൂസ് ഇറ്റ് വെൻ നീഡഡ്. അപ്പോൾ ഈ ബൈലിംഗ്വൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ CJ Dodson ആണ്. And bilingual method is a midway between translation method that excessively uses and the direct method that totally banishes the mother tongue of the pupils. Bilingual methodil എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ടീച്ചർക്ക് മദർ ടങ് യൂസ് ചെയ്യാൻ സാധിക്കും, പക്ഷേ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇൻ ബൈലിംഗ്വൽ മെത്തേഡ് ഓൺലി റെസ്ട്രിക്റ്റഡ് യൂസ് ഓഫ് മദർ ടങ് ഈസ് അലൗഡ്. ടീച്ചർ ക്യാൻ യൂസ് ഇറ്റ് വേർ ഇറ്റ് ഈസ് helpful in removing confusion and saving time. Learners are required to use the target language only. കുട്ടികൾക്ക് ടാർഗറ്റ് ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ബട്ട് ബൈലിംഗ്വൽ മെത്തേഡിൽ ടീച്ചർക്ക് ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബൈലിംഗ്വൽ മെത്തേഡിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ആവറേജ് ടീച്ചേഴ്സ് and it saves time. It reduces the teacher's workload of creating situations. അപ്പോൾ ലിമിറ്റേഷൻസ്, ടീച്ചേഴ്സ് യൂസ് ഓഫ് മദർ ടങ് മേ കോസ് ദി സ്റ്റുഡൻസ് യൂസ് ഓഫ് ദി സെയിം. ടീച്ചർ മദർ ടങ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളും മദർ ടങ് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇറ്റ് റെഡ്യൂസസ് ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ്. അതായത് ടീച്ചറും കുട്ടികളും തമ്മിൽ ടാർഗറ്റ് ലാംഗ്വേജിൽ ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കുറയ്ക്കുന്ന ഒരു മെത്തേഡാണ് ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ട്രാൻസ്ലേഷൻ മെത്തേഡിൽ യൂസ് ഓഫ് മദർ ടങ് എങ്ങനെയായിരുന്നു? അൺലിമിറ്റഡ് ആയിരുന്നു. ഡയറക്റ്റ് മെത്തേഡിൽ പ്രൊഹിബിറ്റഡ്. ദെൻ ബൈലിംഗ്വൽ മെത്തേഡിൽ എങ്ങനെയായിരുന്നു? റെസ്ട്രിക്റ്റഡ് യൂസ് ഓഫ് മദർ ടങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് നെക്സ്റ്റ് മെത്തേഡ് ഏതാ? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. Limited use of language, known as new key method or army method, focus on specific grammar teachings. LSRW are developed in order. LSRW means listening, speaking, reading, writing are developed in order. Audio lingual method, like direct method, the audio lingual method advised that students should be taught in a language directly without using students' native language. അതായത് ഈ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡിനെ പോലെ തന്നെയാണ്. കുട്ടികൾക്ക് മദർ ടങ് യൂസ് ചെയ്യാൻ സാധിക്കില്ല, ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട 4 മെത്തേഡ്സ്. ഇനി നമ്മൾക്ക് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഗ്രാമർ, ബട്ട് ദ പ്രൊമിനൻറ്റ് മെത്തേഡ്സ് ആർ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അതായത് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് 2 പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഉണ്ട് ടീച്ചിങ് ഓഫ് ഗ്രാമർ. അത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഡിഡക്റ്റീവ് മെത്തേഡിൽ the teacher first states the rules and definitions. Some relevant examples are given. Pupils are asked to learn the rules and definitions by heart. Later, the students are asked to do some exercises.
ദി പ്രൊസീഡിങ് ഈസ് ഫ്രം പെർട്ടിക്കുലർ ടു ദി ജനറൽ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. അതായത് ഡിഡക്റ്റീവ് മെത്തേഡിൽ എങ്ങനെയാണ് ഗ്രാമർ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ടീച്ചർ കുട്ടികൾക്ക് കുറച്ച് റൂൾസും ഡെഫിനീഷൻസും കൊടുക്കുന്നു, അതിനുശേഷം എക്സാമ്പിൾസ് കൊടുക്കുകയാണ്. കുട്ടികളോട് ഈ റൂൾസ് ബൈഹാർട്ട് പഠിച്ചതിന് ശേഷം ആ എക്സസൈസസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് ഈ മെത്തേഡിനെയാണ്, ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇൻഡക്റ്റീവ് മെത്തേഡ്? ഇൻഡക്റ്റീവ് മെത്തേഡിൽ എക്സാമ്പിൾസ് ആണ് ആദ്യം കൊടുക്കുന്നത്. എക്സാമ്പിൾസ് ആർ പ്രസൻറ്റഡ് ഫസ്റ്റ് ആൻഡ് സ്റ്റുഡൻസ് ഡിസ്കവർ റൂൾസ്. ഡിഡക്റ്റീവ് മെത്തേഡിൽ റൂൾസ് ആർ പ്രസൻറ്റഡ് ഫസ്റ്റ് ആൻഡ് ടീച്ചർ സ്റ്റേറ്റ്സ് ദ റൂൾസ് ഇൻ ഡിഡക്റ്റീവ് മെത്തേഡ്. ബട്ട് ഇൻ ദ ഇൻഡക്റ്റീവ് മെത്തേഡ് സ്റ്റുഡൻസ് ഡിസ്കവർ ദ റൂൾസ്. ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡിൽ നമുക്ക് ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾസ് ആണ് കാണാൻ പറ്റുക. ബട്ട് ഇൻ ഇൻഡക്റ്റീവ് മെത്തേഡിൽ ഹൈ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾസ് ആണ്, കാരണം കുട്ടികളാണ് റൂൾസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഡിഡക്റ്റീവ് മെത്തേഡ് ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ലേണർ സെൻറ്റേർഡ് ആണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.